ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് ഫിഫ വേൾഡ് കപ്പ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ദയവ് ചെയ്തൊന്ന് പോയി കാണണേ. അപ്പോൾ ഇന്ന് കളി കാണാൻ പോകുന്നത് ഞങ്ങൾ ഒറ്റയ്ക്ക് മാത്രമല്ല, മാമനും അനിയത്തിയും ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് പോയെന്ന് പറഞ്ഞാൽ കടപ്പാക്കട ഫാത്തിമ കോളേജിൻ്റെ ഓപ്പോസിറ്റുള്ള ഗ്രൗണ്ടിലായിരുന്നു. അവിടെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നല്ല LED സ്ക്രീൻ ആയിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇരിക്കാൻ നമുക്ക് സൗകര്യം താഴെ ഇരിക്കേണ്ടി വരും. മെയിനായിട്ട് എൻ്റെ മോൻ അർജൻറ്റീനയുടെ ഭയങ്കര ഫാനാണ്. ഭയങ്കര ഫാനെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അവ കളി ആസ്വദിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പുറത്തു പോയി കാണണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, മഴ ഇതിനു മുമ്പ് ഒന്ന് പെയ്തായിരുന്നു. ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം. അപ്പം ഇനി മഴ പെയ്താൽ അവിടെ കയറി നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് പ്ലാനിങ് ചേഞ്ച് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചു മഴ പെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് നേരെ കുടുംബത്ത് പോയിരുന്ന് എല്ലാവർക്കും കൂടി ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ കുടുംബത്താണ് വെച്ച് പിടിച്ചത്. അവിടെ എൻ്റെ മാമനും മാമിയും ചേട്ടനും വൈഫും അനിയത്തിയാണ് ഉള്ളത്. അപ്പോൾ അവരുടെ കൂടെ ഒന്നും രണ്ടും പറഞ്ഞ് കളികൾ ആസ്വദിച്ച് കാണാമെന്ന് വിചാരിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിഷമമായിട്ടാണ് ഞാൻ പറയുന്നത്. സ്പെയിനാണ് ഇന്നലെ ജയിച്ചതിൽ അതിൽ സന്തോഷമുണ്ട്. കാരണം അവരെ പൊരുതി ജയിച്ചതാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു ഡൗട്ടും ഇല്ല. അതേപോലെ തന്നെ പറയേണ്ടതാണ് നമ്മുടെ ഗോൾ കീപ്പർ, അർജൻറ്റീനയുടെ ഗോൾ കീപ്പർ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു സ്പെയിനിന്. കാരണം അത്രയ്ക്ക് അടിപൊളിയായിട്ട് ഗോൾ കീപ്പർ കളിച്ചെന്നുള്ളതാണ്. അതിൽ ഞങ്ങൾ പ്രൗഡാണ്. പിന്നെ ഈ വിഷമത്തിൽ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.